ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് കൊട്ടിയൂരാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവ നഗരിയിലാണ്. ഇന്നിവിടുത്തെ രോഹിണി ആരാധനയും ചടങ്ങുകളും ഒക്കെയാണ് ഇന്നെൻ്റെ വീഡിയോയിൽ. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. നമ്മൾ ക്ഷേത്രത്തിന് മുന്നിലെത്തുമ്പം അക്കരെ ഇക്കരയായിട്ട് ഉള്ള ക്ഷേത്രങ്ങളുടെ ക്ഷേത്ര കവാടമാണ് നമ്മളെ ആദ്യം സ്വീകരിക്കുന്നത്. അക്കരയ്ക്കുള്ള ക്ഷേത്രത്തിൻ്റെ കവാടം മുറ്റത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഭയങ്കര തിരക്കാണ്. നിങ്ങളങ്ങോട്ട് നോക്കിയേ, ആ കാഴ്ചകളുണ്ടോ? ഒരുപാട് ഭക്തജനങ്ങൾ അക്കരയ്ക്ക് കയറിപ്പോകുന്നവരും തിരിച്ചിറങ്ങി വരുന്നവരുമായ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അക്കര ക്ഷേത്രത്തിലേക്ക് രണ്ട് വഴികളിൽ കൂടെ കടന്നു പോകാൻ നമുക്ക് പറ്റും. ഒന്ന് ക്ഷേത്രത്തിന് മുന്നിൽ തന്നെയുള്ള അക്കരയ്ക്കുള്ള കവാടത്തിൽ കൂടെ പടിഞ്ഞാറേ നട വഴിയും, പിന്നെ കിഴക്കേ നട എന്ന് പറയുന്നത് കിഴക്കേ നട എന്ന് പറയുന്നത് മന്നഞ്ചേരി വഴിയുള്ള നടയാണ്. അത് ബാവലിപ്പുഴയ്ക്ക് കുറുകെയുള്ള തടയണ കെട്ടിയ അവിടെ പാലമുണ്ട്, തടയണയുണ്ട്. ആ വഴിക്കൂടെയും കടന്നു പോകാം. അങ്ങനെ രണ്ട് വഴിയാണ് പ്രധാന വഴികളുള്ളത്. വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ അഥവാ നാലാമത്തെ ആരാധനയായ രോഹിണി ആരാധന കഴിഞ്ഞ ദിവസങ്ങളിലെ തിരുവോണം, അഷ്ടമി, രേവതി ആരാധനയിലെ ചടങ്ങുകൾ അതേപോലെ ആവർത്തിക്കും. കുറുമാത്തൂർ നായ്ക്കൻ്റെ കുറുമാത്തൂർ ഇല്ലത്തെ മുതിർന്ന കാർന്നവർ അവരുടെ ജന്മാവകാശമായ ആലിംഗന പൂജ അഥവാ ആലിംഗന പുഷ്പാഞ്ജലിയാണ് രോഹിണി ആരാധനയിലെ പ്രാധാന്യം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബണ്ണാരപ്പുരയുടെ ഭാഗത്തു നിന്നുള്ള മണിത്തറയുടെ കാഴ്ചകളാണ്. മണിത്തറയിൽ നേരിട്ട് സന്ദർശിക്കാൻ കഴിയാതെ ഇരുന്ന ഭക്തജനങ്ങൾ തിരുവഞ്ചിറയിൽ വലം വെച്ച് ഇവിടെ നിന്ന് തൊഴുതാണ് മടങ്ങാറ്. ബണ്ണാരപ്പുരയിലാണ് ഭഗവാന്റെ വിലമതിക്കാനാവാത്ത സ്വർണ്ണ രത്നാഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. കൂടാതെ മുതിരേരിക്കാവിലെ വാളും മണത്തണ ക്ഷേത്രത്തിലെ ഭഗവതിയുടെ 2 വാളുകളും സൂക്ഷിച്ചിരിക്കുന്നത് ഈ ബണ്ണാരപ്പുരയിലാണ്. ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ മണിത്തറ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം നേരെ വന്ന് ബണ്ണാരപ്പുരയിലെ വാളുകൾ സന്ദർശിച്ച് വാളുകളുടെ ദർശനം നടത്തിയാണ് അമ്മാറക്കല്ലിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത്. അമ്മാറക്കല്ലിൽ പോയി സതീദേവിയെ വണങ്ങിയ ശേഷം വീണ്ടും തിരുവഞ്ചിറ വലം വെക്കുന്നു. ഈ തിരുവഞ്ചിറയിലെ ജലാശയത്തിൽ കൂടി നടക്കുമ്പോൾ ഭക്തിയുടെ അല്ലാതെ നമ്മുടെ മനസ്സിൽ മറ്റൊന്നും തോന്നുകയില്ല. അത്രമേൽ ഭക്തിസാന്ദ്രമായ ഒരിടം കൊട്ടിയൂരിലല്ലാതെ മറ്റൊരിടത്തും നമുക്ക് ദർശിക്കാൻ കഴിയില്ല. ഇവിടുത്തെ ഓരോ കല്ലിലും മണ്ണിലും ഭഗവാന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്തിനേറെ പറയുന്നു, പ്രകൃതി പോലും ഭക്തിസാന്ദ്രമായ ആ അന്തരീക്ഷം നമുക്കിവിടെ സമ്മാനിക്കും.
മണിത്തറയിൽ തൊഴാൻ പോകുന്നവരുടെ നീണ്ട ക്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഇവിടെ മണിക്കൂറുകളോളം ക്യൂ നിന്നാലും ഒരു പരിഭവമോ ഒരു വിഷമങ്ങളോ ഇല്ലാതെ അവരെല്ലാം മണിത്തറയിലേക്ക് ഭഗവാനെ ദർശിക്കാൻ പോകുന്ന കാഴ്ചകളാണ്. കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് കൊട്ടിയൂർ. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ടുന്ന കാര്യമാണ് കൊട്ടിയൂർ ദേവസ്വം ബോർഡിൻ്റെ. അവർ ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു. മണിത്തറയിലെ തിരക്ക് കുറയുന്നതിനനുസരിച്ചാണ് ഭക്തജനങ്ങളെ ഇവിടെ നിന്നും അകത്തേക്ക് കയറ്റി വിടുന്നത്. തിരുവഞ്ചിറയിലേക്ക് ഓരോ സെക്ഷനായി ഭക്തജനങ്ങളെ ഇറക്കിവിട്ട് അവർ മണിത്തറയിൽ കയറി തൊഴുതതിന് ശേഷം അടുത്ത സെക്ഷൻ ആളുകളെ അങ്ങോട്ടേക്ക് കടത്തിവിടുന്നു. എല്ലാവരുടെ മനസ്സിലും ഭഗവാനെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അച്ചടക്കത്തോടു കൂടിയാണ് അവരിവിടെ നിൽക്കുന്നത്. അതെല്ലാം നിയന്ത്രിക്കാൻ വളണ്ടിയർമാർ ഓരോ സ്ഥലത്തും സജ്ജരായിരിക്കുന്ന കാഴ്ചകൾ കാണാം. ശീവേലി നടക്കുന്ന സമയത്ത് തിരുവഞ്ചിറയിൽ ഭക്തജനങ്ങളെ പ്രദക്ഷിണം വെക്കാൻ അനുവദിക്കുന്നതല്ല. ശീവേലി സമയത്ത് മുന്നിലുള്ള ഗജവീരന്റെ പുറത്ത് സതീദേവിയും തൊട്ടു പിന്നാലെയായി ഭഗവാനെയുമാണ് എഴുന്നള്ളിക്കുന്നത്. ശീവേലിയിലുമുണ്ട് പ്രത്യേകതകളേറെ. ഉച്ച ശീവേലിയിൽ 6 വലം വെക്കുമ്പോൾ രാത്രി ശീവേലിയിൽ അത് 12 ആകും. പ്രധാന ദിവസങ്ങളിൽ പൊന്നിൻ ശീവേലിയും ഉണ്ടാകാറുണ്ട്. പൊന്നിൻ ശീവേലി നടക്കുമ്പോൾ ഭഗവാന് അഭിഷേകം ചെയ്യുന്ന സ്വർണം, വെള്ളി, കുംഭങ്ങളും എഴുന്നള്ളിക്കാറുണ്ട്. ഇത് 3 സ്വർണം. ഹലോ
ഹായ്, അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും കൊട്ടിയൂരെ കാഴ്ചകളും രോഹിണി ആരാധനേൻ്റെ വിശേഷങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.